ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റ പഞ്ച് EVയുടെ റിവ്യൂ ആയിട്ടാണ്. റിവ്യൂ ചെയ്യുന്നത് എവിടെയെന്നല്ല, നമ്മുടെ ലെക്സോൺ ടാറ്റ എന്ന് പറയുമ്പോൾ പലർക്കും ഇങ്ങോട്ട് കത്തിക്കാണല്ലോ ഏത് ഡീലർഷിപ്പാണെന്ന്. ഇപ്പം നിപ്പോണിൻ്റെ ടാറ്റയുടെ ഡീലർഷിപ്പാണ് ലെക്സോൺ ടാറ്റ. കേരളത്തിൽ ഒരുവിധം ഏകദേശം 40-ലധികം ഫെസിലിറ്റീസ് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊല്ലത്തും ഉണ്ട്, അതുപോലെ ഒരു 4-5 എണ്ണം ഉണ്ട്. എവിടേക്കാണെന്ന് കറക്റ്റ് അറിയില്ല, നമുക്ക് ചോദിക്കാം, അകത്ത് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരവൂരാണ് കേട്ടോ. പരവൂരത്തെ ഒരു ബ്രാഞ്ച് ഫെസിലിറ്റിയാണ് നമ്മൾ ഇരിക്കുന്നത്. കൊല്ലത്ത് മേവർത്താണ് ഒരു വലിയൊരു ബിഗ് ഫെസിലിറ്റി ആണ് കൊല്ലത്ത്. അപ്പോൾ കോട്ടയത്ത് ആൾറെഡി ഓപ്പണിംഗ് കഴിഞ്ഞു. അത് എക്സ്ട്രീംലി സർപ്രൈസിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു ബിഗ് ഫെസിലിറ്റി തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം പഞ്ച് EV കാണണം, പഞ്ച് EVയുടെ റിവ്യൂ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അതിന് മുമ്പ് നമുക്ക് ഈ ബ്രാഞ്ചിലെ ഫെസിലിറ്റീസ് എന്താണ്, എവിടേക്കാണ് ലെക്സോൺ ടാറ്റയ്ക്ക് ബ്രാഞ്ചസും സർവീസ് സെൻറ്റേഴ്സും ഒക്കെ ഉള്ളത്, അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. ഹായ് നമസ്കാരം. ഹായ് നമസ്കാരം. അപ്പോൾ വിജിനെ നമുക്ക് വളരെ നേരത്തെ അറിയാം, നമുക്ക് വണ്ടിയൊക്കെ തന്നിട്ടുണ്ട് മാരുതിയിൽ വെച്ച്. അപ്പോൾ വിജിന് കൊല്ലക്കാരനാണ്, അപ്പോൾ ആര് പരിചയമുണ്ട് അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ പറയാം, വെൽക്കം ടു ലെക്സോൺ ഫാമിലി. താങ്ക് യു. നമ്മൾ ഫസ്റ്റ് സംരംഭമാണ് ലെക്സോൺ. നമുക്ക് ഇപ്പം കേരളം മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് നമുക്കിപ്പം മലപ്പുറം തൊട്ട് ഓൾറെഡി ട്രിവാൻഡ്രം വരെയുള്ള ഔട്ട്ലെറ്റ്സുകളെല്ലാം ഓൺ ഗോയിങ് ആണ് പ്രോസസ്സ്. എല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമുക്ക് കോട്ടയം, എറണാകുളം, പിന്നെ നമുക്ക് കൊല്ലത്ത് തന്നെ ഏകദേശം പരവൂര്, പിന്നെ സർവീസ് സെൻറ്റർ നമുക്ക് ഭരണിക്കാവ്, നിലമേൽ ബോഡി ഷോപ്പ്, കോട്ടയം, അതെല്ലാം നമുക്ക് ഏകദേശം ഫുൾ ഫ്ലെഡ്ജ് ആയി കഴിഞ്ഞു. പിന്നെ കുറച്ച് നമുക്ക് ഫെസിലിറ്റീസും കൂടെ അണ്ടർ പ്രോസസ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മൊത്തം ഓൾ കേരള മൊത്തം എത്ര ഫെസിലിറ്റി ഉണ്ട്? കാരണം വെച്ചാൽ ഈ ടാറ്റ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. അപ്പം നിലവിൽ സർവീസ് സെന്റർ പോരാതാണ് നമ്മൾ പല വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ ഈ ഒരു ഗ്രൂപ്പിൽ, നിപ്പോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എടുത്തപ്പോൾ ആ ഒരു ഇത്ര ഫെസിലിറ്റീസ് വരുന്നതുകൊണ്ട് തന്നെ വളരെ എക്സ്പെക്ടേഷൻ. ഏകദേശം 40+ ഫെസിലിറ്റീസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം എല്ലാം ഏകദേശം ഒരു 80% കവറപ്പായി നിൽക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ ബ്രാഞ്ച് ഫെസിലിറ്റി ആണ് ആക്ച്വലി അല്ലേ? ഇത് അതെ, ഇത് 1S ആണ്. നമുക്ക് സർവീസ് മാത്രമേ ഇവിടെ, സെയിൽസ് മാത്രമാണ് ഇവിടെ വരുന്നത് അല്ലേ? എനിക്കൊന്ന് ഒരു നോർമൽ ഒരു ബ്രാഞ്ച് ഫെസിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല, ഒരു നോർമൽ ഷോറൂം ഫെസിലിറ്റി നോർമൽ ഷോറൂം ഫെസിലിറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മുടെ നെക്സോണിന്റെ പുതിയ കളറാണ് കിടപ്പുണ്ട്. നെക്സോണിന്റെ പുതിയ ഇല്ലേ കളർ, കുറെ കളർ കോമ്പിനേഷൻ കളേഴ്സ് നമുക്ക്, അതെ, നല്ല നല്ല കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇതിനകത്ത് പുതിയ നെക്സോൺ ആയാലും, ഹാരിയർ ആയാലും, സഫാരി ആയാലും, പിന്നെ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പഞ്ച് EV ആയാലും നല്ല രീതിയിലുള്ള കോമ്പിനേഷൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് പഞ്ച് EVയിലേക്ക് വരാം. ഞാനും ഒരു പേഴ്സണലി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു വാഹനം. കാരണം വളരെ പ്രൈസ് വൈസ് ആയാലും പ്രാക്ടിക്കലാണ്, വണ്ടിയും കുറേ പ്രാക്ടിക്കലാണ്. നമുക്ക് അത്യാവശ്യം ഒന്ന് ലോക്കൽ യൂസ് മാത്രമല്ല അല്ലേ, ഒന്ന് ലോങ് ട്രാവലും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. സേഫ്റ്റി ഉണ്ട്. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് തന്നെ 6 എയർ ബാഗ് അല്ലേ, 6 എയർ ബാഗ്, ഭയങ്കര ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര ബഡ്ജറ്റിൽ നമുക്ക് ഇത്ര ഫീച്ചേഴ്സ് ഉള്ള വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കാനുള്ള വണ്ടികൾ നമ്മളെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അൺവീലിംഗും അത്യാവശ്യം നല്ലൊരു അടിപൊളി ഫംഗ്ഷൻ ആയിട്ടാണ് അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മൾ ഒരു നല്ലൊരു നമ്മൾ പഞ്ച് EV എന്ന് പറയുമ്പോൾ തന്നെ ടാറ്റ ഉദ്ദേശിക്കുന്ന ഒരു പുതിയൊരു വേരിയൻ്റ് ആയിട്ട് അവരൊരു പുതിയൊരു ജനറേഷൻ ആയിട്ട് അവർ ഇറക്കി. പ്ലാറ്റ്ഫോം തന്നെ ഏകദേശം പേര്. അപ്പം നമുക്ക് ഇത് ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്കും ഒരു വെറൈറ്റി വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വെറൈറ്റിയിലോട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അൺറിവീലിംഗ് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു പോലത്തെ ഒരു EV പ്രോഡക്റ്റിന് ഇതുവരെ ചെയ്തിട്ടില്ല. അത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഒരു ബിഗ് ഈവന്റ് തന്നെയായിരുന്നു. മാനുഫാക്ചർ സൈഡിൽ നിന്നുള്ള ഒരു ലോഞ്ച് പോലെ തന്നെ സൈഡിൽ നിന്ന് ഒരു ഹെവി ഈവന്റ് ഒക്കെ ആയിരുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ. ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ അഡ്വാൻറ്റേജ്, നമ്മുടെ വർക്കല ക്ലിഫിൽ ആ ഒരു ബീച്ച് സൈഡ് എക്സ്പീരിയൻസ്, പിന്നെ ആ ഒരു ടൈം ഒരു ഈവനിങ് ടു നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പാർട്ടി മൂഡിലായിരുന്നു. ആ പാർട്ടി മൂഡിനെ ഒന്നുകൂടെ കൊഴിപ്പിക്കാനായിട്ട് DJ പാർട്ടിയും ചെണ്ടവേളും, അങ്ങനെ ചെണ്ടവേളം മിക്സ് DJ പാർട്ടിയൊക്കെ ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. കസ്റ്റമേഴ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഭയങ്കര പാർട്ടി മൂഡിലായി. പിന്നെ രണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ട്രിവാൻഡ്രം, കൊല്ലം എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പ്രതീക്ഷേനെക്കാട്ടി കൂടുതൽ ഒരുപാട് കസ്റ്റമേഴ്സ്, എനിക്ക് തോന്നുന്നു ഈ ഒരു നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ വരുന്നത്. കാരണം ആ ഒരു ഹോസ്പിറ്റാലിറ്റി എല്ലാവർക്കും ആൾറെഡി അറിയാം. അപ്പോൾ ലെക്സോൺ ടാറ്റയിലേക്ക് വന്നപ്പോഴും അതൊന്നുകൂടെ കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ ഡീലർഷിപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു നോർമലി കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബിഗ് ഫെസിലിറ്റിയിൽ, ഒരു ഔട്ട്സൈഡിൽ ഒരു ബിഗ് പാർട്ടി തന്നെ നടത്തിയെന്ന് പറയാം, ഒരു ലോഞ്ച് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്.
ഇനി നമ്മുടെ കൊല്ലം ട്രിവാൻഡ്രമായിട്ട് ഏകദേശം 10ഓളം ഫെസിലിറ്റീസാണ് വരാൻ പോകുന്നത്. ഇനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ മേവറത്ത് ഇപ്പം കോട്ടയത്തെ പോലെ തന്നെ ഒരു വലിയ ഷോറൂം തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്രുതഗതിയിൽ. അപ്പോൾ അതിൻ്റെ ലോഞ്ച് സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അവിടെയും കാണാം. അപ്പോൾ അവിടെ 5 EVയിലേക്ക് വരാം. അതിൻ്റെ ഡീറ്റെയിൽഡ് വണ്ടി നമ്മളിപ്പോൾ എടുത്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഷോറൂം മാത്രമാണോ സർവീസ് സെൻ്റർ ഉണ്ടോ? ഇവിടെ ഇത് ഷോറൂം മാത്രമാണ്, സെയിൽസ് മാത്രമാണ്. കൊല്ലത്ത് എത്ര സർവീസ് സെൻറ്റേഴ്സ് അങ്ങനെ? കൊല്ലത്ത് നമുക്ക് മെയിൻ സെൻറ്ററിൽ മേവറം, അവിടെ ആയിരിക്കും നമുക്ക് സെയിൽസും സർവീസും എല്ലാം കൂടെ ആയിട്ടായിരിക്കും വരുന്നത്. അതെ, ഓക്കെ. അത് അണ്ടർ കൺസ്ട്രക്ഷൻ അണ്ടർ ഗോയിങ് ആണ്. അതെനിക്ക് എന്ന് മാർച്ചിലൊക്കെ ഓപ്പൺ ചെയ്യുമോ അത്? ഏകദേശം നമുക്കത് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടില്ല അല്ലേ? ഓക്കെ. ഇത് നല്ല രസമുണ്ട്. അത്യാവശ്യം എല്ലാ വണ്ടികളും ഇടാനുള്ള ഈ സ്പേസും ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. എനിക്ക് പരവൂർ ഇത്ര വലിയൊരു ഷോറൂം ഇല്ല. നമുക്ക് പരവൂര് കാറിന്റെ ഷോറൂം ഇല്ല. ഓക്കെ. അത് വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോറൂം ആണ്. കൊല്ലത്ത് ഇപ്പം ടാറ്റയുടെ നല്ലൊരു ഫെസിലിറ്റി കൂടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്കൊന്ന് പോകാം. പഞ്ചീവി തന്നെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഇനി നമ്മുടെ പഞ്ചീവിയിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു വാഹനം തന്നെയാണ്. കാരണം ഒരു SUV, ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു SUVയിൽ നമുക്കൊരു EV വേണമായിരുന്നു. അപ്പോൾ ടാറ്റ തന്നെ ആദ്യം തരും. കർവിന് മുമ്പ് തന്നെ ഈ ഒരു വാഹനം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്കൊരു EV പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു വാഹനം എന്നുള്ള അഡ്വാൻറ്റേജ് കൂടെ ഈ ഒരു പഞ്ചിനുണ്ട്. Active.EV എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ ടാറ്റ വിളിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിന് ഇത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം ആ ഒരു ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കൂളിംഗ് ഫെസിലിറ്റി. ബാറ്ററി അറിയാമല്ലോ, നോർമലി നമ്മൾ ഫോൺ ആയാലും ഹീറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ലൈഫിനെയൊക്കെ ബാധിക്കാറുണ്ട്. അപ്പം പെർഫെക്റ്റ് ആയിട്ട് കൂൾ ചെയ്ത് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അപ്പം ആ ഒരു കാര്യത്തിലും ഈ ഒരു പഞ്ച് EV വളരെ മികവ് പുലർത്തുന്നുണ്ടെന്ന് പറയാം. പിന്നെ വേരിയൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ പഞ്ചിൽ നമുക്കറിയാം പ്യുവർ എന്ന് പറഞ്ഞ വേരിയൻറ്റ്, അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയൻറ്റ്, അക്കംപ്ലിഷ്ഡ്. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. സ്മാർട്ട് എന്ന് പറഞ്ഞ ബേസ് വേരിയൻറ്റ്, സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയൻറ്റ്. അത്യാവശ്യം എനിക്കൊന്നും ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ടച്ച് സ്ക്രീൻ, 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരെ അതിനകത്തുണ്ട്. പിന്നെ അടുത്ത വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അഡ്വഞ്ചർ വരുന്നുണ്ട്, അഡ്വഞ്ചർ S വരുന്നുണ്ട്. S സൂചിപ്പിക്കുന്നത് സൺറൂഫിനെയാണ് എന്നുള്ളതാണ് മറ്റൊരു രസം. എംപവേഡ് എന്നാണ് അടുത്ത വേരിയൻറ്റ്. അതിനകത്ത് എംപവേഡ് S വരുന്നുണ്ട്, പ്ലസ് വരുന്നുണ്ട്, S+S വരുന്നുണ്ട്. അങ്ങനെ 8ഓളം വേരിയൻ്റാണ് ബേസിക്കലി. പിന്നെ ലോങ് റേഞ്ച് തേർഡ് വേരിയൻറ്റോട്ടാണ് സ്റ്റാർട്ട്. 2 ബാറ്ററി പാക്ക് ഉണ്ട്. ഈ ബാറ്ററി പാക്ക് വരുമ്പോഴത്തേക്ക് മാറുന്നത് ബാറ്ററി പാക്ക് മാത്രമല്ല, അതോടൊപ്പം മോട്ടറിൻ്റെ ഒരു പവറിലും ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ഓടിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് പറയാം. ഇനി വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് നോക്കുമ്പോൾ നെക്സോണിൻ്റെ ഫ്രണ്ടുമായിട്ടൊക്കെ കുറച്ചധികം സിമിലാരിറ്റീസ് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു DRL ആയാലും ഫ്രണ്ട് DRL ഒക്കെ നമുക്ക് സീക്വൻഷ്യൽ വരുന്നുണ്ട്. ടോപ്പ് ഏറ്റവും ബേസ് വേരിയൻ്റിലൊന്നും കിട്ടില്ല, കുറച്ച് മേളത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് സീക്വൻഷ്യലായിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കിട്ടുന്നത്. അതുപോലെ ഹെഡ് ലാമ്പ് നമുക്ക് LED വരുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഒരു തേർഡ് വേരിയൻ്റൊക്കെ വരുമ്പോഴത്തേക്ക് പ്രൊജക്റ്റഡ് വരുന്നുണ്ട്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് കോർണറിങ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഫോഗ് ലാമ്പിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കൊടുത്തത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം നമുക്കൊരു ചാർജിങ് പോയിന്റിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഈ ഫ്രണ്ടിൽ തന്നെയാണ്. ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത് 360 ക്യാമറ ഇവിടെ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 90 ഡിഗ്രി ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. എത്രത്തോളം ഡോറ്, അത് എല്ലാ ഡോറും ഫ്രണ്ടിലെയും ബാക്കിലെയും എല്ലാ ഡോറും അത് നേരത്തെ ഉള്ള കാര്യമാണ്. അതെല്ലാം വീണ്ടും കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോകുന്നുണ്ട്. കാരണം നമുക്കൊരു ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ആയാലും കുറച്ചുകൂടെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഈ അകത്തോട്ട് കയറിയിരിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അകത്തെ കാര്യം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ വീലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ നമ്മൾ മിക്കവാറും EV വാഹനങ്ങളിലെല്ലാം കാണുന്നതാണ്. വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ചാണ്. ടയർ പ്രൊഫൈൽ 195/60 ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് ലോങ് റേഞ്ചിൽ മാത്രമായിരിക്കും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ചെറിയൊരു വ്യത്യാസം ലോങ് റേഞ്ചും പിന്നെ നോർമൽ EVയും തമ്മിൽ വരുന്നുണ്ട്. പിന്നെ EV ബാഡ്ജിങ്, പിന്നെ ഈ ക്ലാഡിംഗ് എല്ലാം നമുക്ക് പഞ്ച് എന്നൊരു വാഹനത്തെ സംബന്ധിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ അതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ 360 ക്യാമറ ആഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റർ, ഇലക്ട്രോണിക് ഫംഗ്ഷനുള്ള സൈഡ് മിററാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ നോർമൽ പഞ്ചുള്ള ആ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിഫോഗർ, വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സ്ട്രക്ചർ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു കാര്യം തന്നെ. അതിനകത്ത് EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ് നമുക്ക് പുതിയതായിട്ട് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഈ ഒരു ഡിഫ്യൂസർ പ്ലേറ്റൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമ്മളുടെ ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. ഈ ഒരു ടാറ്റയുടെ ലോഗോ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. ബൂട്ടിൽ കുറേ സാധനമുണ്ട് കേട്ടോ. 366 ലിറ്ററാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇത് നമ്മുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ വാളിൽ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ബോക്സാണ്. ഇത് ലോങ് റേഞ്ച് വാഹനമാണ്. ലോങ് റേഞ്ചിൻ്റെ കൂടെ വരുന്നത് 7.2 കിലോവാട്ടിൻ്റെ ആയിരിക്കും. പക്ഷേ നമ്മുടെ നോർമലിൻ്റെ കൂടെ വരുന്നത് 3.3 ആയിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ 3.3 ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമലി ബേസിക്കലി വരുന്നത് 7.2 തന്നെയായിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ പോർട്ടബിൾ ചാർജർ. നമുക്ക് 15 ആംപിയർ ബേസിക് മിനിമം വേണം. 15 ആംപിയർ, 16 ആംപിയർ, 20 ആംപിയർ ഒക്കെ നമുക്കൊരു പോർട്ടബിൾ ചാർജറായിട്ട് യൂസ് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ കിടക്കുന്നതിൻ്റെ ഡിക്കി ഫുള്ള് ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട്.
പിന്നെ സ്പെയർ വീൽ ഇതിനകത്തില്ല തോന്നുന്നു, പഞ്ചർ കിറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ. ആണ് പഞ്ചർ കിറ്റ്. പഞ്ചർ കിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം പുതിയ ലോ അനുസരിച്ചിട്ട് പഞ്ചർ കിറ്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് നേരമൊക്കെ ഓടിച്ചു. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ എല്ലാവരും കണ്ടാണ് പല റിവ്യൂസ്. ഒരു ഫ്രങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ ലക്ഷറി വണ്ടിയിലൊക്കെ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ മിഡ് എഞ്ചിൻ വരുന്ന വണ്ടികളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസ്. EV-യിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആക്സസറി ആയിട്ടാണ് നമ്മളിത് വാങ്ങിച്ച് വെക്കേണ്ടത്. ഈ ഒരു സംഭവം മാറ്റിയിട്ട് ആക്സസറി ആയിട്ട് അവരത് ഫിറ്റ് ചെയ്ത് തരും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ആക്സസറി ആയിട്ട് വാങ്ങിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എന്താണ് ചാർജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം, വേറൊരു രീതിയിൽ തുറന്ന് കാണിച്ചു തരാം. സാധാരണ എല്ലാവരും നമ്മുടെ അകത്തൊരു ബട്ടണുണ്ട്, അതുവഴി തുറക്കാം. കണ്ടോ? ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു ബഗ് അടിച്ച് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് തുറക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതാണ് ഈ കണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുറക്കാം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ചാർജ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 3.3 കിലോവാട്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം, 7.2 ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നത് ഈ സ്പോട്ട് കാണിച്ചു കൊടുത്തേ. നമുക്ക് ഈ ഒരു പോർട്ടിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിരിക്കും എല്ലാവരും താല്പര്യപ്പെടുക. അപ്പോൾ 10 to 18% ചാർജ് ചെയ്യാൻ ഏകദേശം 56 മിനിറ്റാണ് കമ്പനി പറയുന്നത്. ഒരു മണിക്കൂറിൽ താഴെയുള്ളൊരു സമയമാണ് 10 to 18% ചാർജ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്യും. പിന്നെ അത് ഒരു 7.2 കിലോവാട്ട് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അത് നമുക്ക് ലോങ് റേഞ്ചിനാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ടൈം എടുക്കുന്നത് 5 മണിക്കൂറാണ് 7.2 കിലോവാട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ എന്നുവെച്ചാൽ നോർമൽ EV ആണെങ്കിൽ നമുക്ക് എടുക്കുന്ന ഒരു സമയം 3.6 മണിക്കൂറാണ്. ഇപ്പം ലോങ് റേഞ്ച് ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുന്നത് 35 കിലോവാട്ട് ആകുന്നുണ്ട്, മറ്റേത് 25 കിലോ. അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ബേസിക് ചാർജറായ നമ്മുടെ 16 ആംപിയർ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ 3.3 ഉപയോഗിച്ചൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 മണിക്കൂറാണ് നമ്മുടെ നോർമൽ EV-യിൽ. എന്ന് വെച്ചാൽ ഷോർട്ട് റേഞ്ച് 25 കിലോവാട്ട് ബാറ്ററി വരുന്നത്. അതിൻ്റെ മേലോട്ടുള്ള ബാറ്ററി വരുന്നത് 35 കിലോവാട്ട് ബാറ്ററി വരുമ്പോഴത്തേക്ക് ഏകദേശം 13.5 മണിക്കൂർ എടുക്കും. ഇതാണ് ഒരു ചാർജിങ് ടൈം. ഇപ്പോൾ EV-യിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് EV വളരെ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് സമയമൊക്കെ നമുക്ക് ഭയങ്കര മാനസികമായ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ ആ ടെൻഷനിൽ നമ്മൾ എപ്പോൾ റിലീഫ് ആവുന്നു അപ്പോഴാണ് EV വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നത്. അത് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. നമുക്ക് ഒരു കുറച്ച് ടൈം എടുത്ത് ആ ഒരു ടെൻഷനും കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും. അപ്പോൾ ഇതാണ് കുറച്ച് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ഫ്രണ്ടിലെ 360 ക്യാമറ ഉണ്ടല്ലോ, 360 ക്യാമറയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് അകത്തൊന്ന് കാണിച്ചു തരാം. അകത്തെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഡിസൈൻ വൈസ് ഭയങ്കര അട്രാക്ഷൻ തന്നെയാണ്. രാത്രി ഓടി വരുമ്പം ഈ ഒരു ഫ്രണ്ട് ലുക്ക് എക്സ്ട്രീംലി അടിപൊളിയാണെന്ന് തന്നെ പറയാം. 2445 mm വീൽ ബേസ് ആണ് വരുന്നത്. നമുക്ക് വേറെ അവിടെ ഒരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ കളർ ഒരെണ്ണമാണ് വരുന്നത്, ഡ്യുവൽ കളർ 4 വരുന്നുണ്ട്, അഡ്വഞ്ചറിൽ നമുക്ക് 3 കളർ വരുന്നുണ്ട്. അങ്ങനെ കളർ ഓപ്ഷൻസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ പുതിയ നമ്മുടെ നെക്സോണിൽ വന്ന കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഈ കളറും ഒരു പേൾ വൈറ്റ് കളർ നല്ല രസമുണ്ട്. പിന്നെ ഈ ഡോർ സൈഡിലേക്ക് വരുമ്പം നമ്മുടെ പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളെല്ലാം കാണാം. ഇതൊക്കെ നമ്മൾ നോർമൽ പഞ്ചിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് EV എന്നുള്ളൊരു സെപ്പറേഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പം അഡീഷണൽ വരുന്ന കാര്യം നമ്മൾ നേരത്തെ ഡ്രൈവ് ചെയ്ത സമയത്ത് പറഞ്ഞു. ഈ ഒരു സീറ്റ് ലെതറൈറ്റ് പ്ലസ് ഫാബ്രിക്കാണ്, മിക്സാണ് വരുന്നത് കേട്ടോ. നമുക്ക് വെൻറ്റിലേഷൻ കൺട്രോൾ ഉണ്ട്. നമുക്ക് 3 സ്റ്റെപ്പായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ബേസ് വേരിയൻ്റ് ആയിട്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. നിൽക്കാം ഞാനോ വണ്ടി സ്റ്റാർട്ടാവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ന എംബ്ലംസും ഇവിടെ ഇലിമിനേഷൻ കാര്യങ്ങൾ, ടാറ്റയുടെ T ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ റേഞ്ച് ഇപ്പോൾ 127 കിലോമീറ്ററാണ് റേഞ്ച് വന്നത്. ഏത് മോഡിലാണെന്ന് വെച്ചാൽ സിറ്റി മോഡിലാണ്. 2 ഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓഡോമീറ്ററിൽ 661 കിലോമീറ്ററായി. പിന്നെ ഇത് നമ്മുടെ റീജനറേഷൻ മോഡാണ്, L1-ലാണ് കിടക്കുന്നത്. പാർക്ക് മോഡിൽ കിടക്കുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഏതൊക്കെ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ ഇട്ടിട്ടില്ല എന്നുണ്ട് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴും നമുക്ക് 2 പാഡൽ ഷിഫ്റ്റേഴ്സ്, നമുക്ക് നമ്മുടെ ഇത് അറിയാലോ റീജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് കൺട്രോൾ, വൈപ്പർ കൺട്രോൾ. ലൈറ്റും നമുക്ക് ഓട്ടോമാറ്റിക്കാണ്, വൈപ്പറും ഓട്ടോമാറ്റിക് കൺട്രോൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ റെയിൻ സെൻസിങ് വൈപ്പർ വരുന്നുണ്ട്. പിന്നെ വേറെ ഈ ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. പിന്നെ ഈ സ്റ്റിയറിംഗ് വേറെ കാര്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഗെയിമും കാര്യങ്ങളും കളിക്കാൻ പറ്റും. ആ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിയറിംഗ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പാറ്റേൺ ഭയങ്കര രസമായിട്ടുണ്ട്, ഒന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഇനി നമ്മുടെ ഈ ഒരു സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചസ് ഉണ്ടല്ലോ, ഇത്
ഒരു കൂടുതലും സോഫ്റ്റ് ടച്ച് ഫെദർ ടച്ച് കീസാണ് കൂടുതലും വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഫാനിൻ്റെ കൺട്രോൾ, ടെമ്പറേച്ചർ കൺട്രോൾ മാത്രമാണ് നമുക്കൊരു മാനുവൽ കീ പോലെ ഉണ്ട് ഈ ഒരു പാറ്റേൺ വന്നത്. അതാണ് കുറച്ചുകൂടെ എന്താണ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പം, അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ഇത് നമ്മുടെ എന്താണ് ചാർജിങ് ആ ഒരു പോർട്ട് ഓപ്പൺ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. നമ്മുടെ ഫോഗ് ലൈറ്റ്, ഹിൽ ഡിസെൻറ്റ്, അതുപോലെ ഹസാഡിൻ്റെയൊക്കെ വളരെ രസമുണ്ട് കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. പിള്ളേരൊക്കെ ഇതിനകത്ത് കളിക്കാനുള്ള ചാൻസ്. ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ, ലോക്ക് അൺലോക്ക്, 360 ക്യാമറ ഉണ്ടല്ലോ, അടിപൊളി, നല്ല രസമുണ്ട്. നല്ല ബ്രൈറ്റർ വ്യൂ ആണ്. 3D ഉണ്ട്, 2Dയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഉണ്ടോ, നമ്മൾ സ്റ്റിയറിങ് ടേൺ ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ എല്ലാം ടേൺ ചെയ്യുന്നുണ്ട്. വണ്ടി കിടക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ വ്യൂ കാണാൻ. നമുക്കതുപോലെ സൈഡ് ബൈ സൈഡ് എടുക്കാം, ഉണ്ടല്ലോ, ഏത് വ്യൂ ആണെങ്കിലും നമുക്ക് എടുക്കാം. ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ചാണ്. ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ കണക്ടിവിറ്റി, ആർക്കേഡ്, ക്ലൈമറ്റ് കൺട്രോൾ, EV സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്ക് ഇമേജ് വ്യൂവർ, മീഡിയ, മൂഡ് ലൈറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ. മൂഡ് ലൈറ്റിങ്ങിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ arcade.tv ഉണ്ടല്ലോ, ഇതിൽ പ്രസ് ചെയ്തിപ്പം കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് വരാത്തത്. ഇതിൽ ഒരുപാട് ഇപ്പം നമ്മുടെ പ്ലേ സ്റ്റോറും അല്ല ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. കുറച്ച് ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുവഴിയായിട്ടാണ് നമ്മൾ ഗെയിമും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു A പോർട്ട് ചാർജിങ് സോക്കറ്റും, അതുപോലെ നമ്മുടെ ഒരു C പോർട്ട് വരുന്നുണ്ട്. 3 ആംപിയറാണ് വരുന്നത്. 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഗിയർ ലിവർ, പാർക്ക് മോഡ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ജസ്റ്റ് ഒരു ജുവൽഡ് ലിവറാണ്. നല്ല രസമുണ്ട്, ഒരു റോട്ടറി. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ റേഞ്ച് റോവറുള്ള വാഹനങ്ങളിലായിരുന്നു. ആ പാറ്റേൺ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈവ് മോഡ് സ്വിച്ച് ചെയ്യുന്നതാണ്. സ്പോർട്ട്, ഇക്കോ അങ്ങനെയുള്ള മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പാർക്ക്, ഓട്ടോ ഹോൾഡ്, 2 ചെറിയ കപ്പ് വെക്കാനുള്ള സ്പേസ്, ഇവിടെ ഒരു വാലറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംബ്രസ്റ്റ്, ചെറിയൊരു ആംബ്രസ്റ്റ് കേട്ടോ, ഒരു കൈ ഇരിക്കാൻ പറ്റുന്ന ഒരു ആംബ്രസ്റ്റ്. ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഒരു മാഗ്നറ്റാണ് ലോക്ക് കൊടുത്തേക്കുന്നത്, അടിപൊളി, അപ്പോൾ കൊള്ളാം. പിന്നെ അതാണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷനുള്ള, ഇലക്ട്രോണിക്കലി ഫംഗ്ഷനുള്ള ഒരു മിറർ, ലൈറ്റ്, നമുക്ക് ഇതാണ്ട് ഈ സൺറൂഫ് നമുക്ക് അത്യാവശ്യം മിക്കവാറും വേരിയൻസിലൊക്കെ വരുന്നുണ്ട്. ഒരു 2-3 വേരിയൻസിലുള്ള സൺറൂഫ് മിസ്സാവുന്നത്, ബാക്കി എല്ലാ വേരിയൻസിലും സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കീസും കാര്യങ്ങളൊക്കെ രസമുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു കീ അല്ല, രസമുണ്ട്. SOS കൊടുത്തിട്ടുണ്ട്. SOS കാർഡ് ഇവിടെ ടോപ്പിലായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഭയങ്കര ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തേക്കുന്നത്. സൺവൈസർ നമ്മൾ നേരത്തെ പഞ്ചിലുണ്ടായിരുന്ന ഒരു പാറ്റേൺ, വലിയ ഡിഫറൻസ് അതിനകത്തുണ്ടതല്ല. ഇനി ഗ്ലൗ ബോക്സിലേക്ക് വരുമ്പോൾ കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്. പിന്നെ അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഗ്ലൗ ബോക്സിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. വണ്ടിയുടെ കളർ നല്ല രസമുണ്ട് കേട്ടോ, നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. എന്താ അറിയാലോ, 50 ലക്ഷം കാറുകൾ വിറ്റ സമയത്ത് ടാറ്റ ഇറക്കിയ ഒരു ബാഡ്ജിങ് ആണ്. 25 years 50 ലക്ഷം കാറുകൾ. ഭയങ്കര ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത്രത്തോളം കാറുകൾ വിറ്റു. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കാര്യമാണ് ഈ 90 ഡിഗ്രി ഡോർ ഓപ്പണിങ്. അപ്പോൾ ഇവിടെ നിന്നിരിക്കാം, ഇവിടെ ഇരിക്കാൻ വേണ്ട ആ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഈ ഒരു സിറ്റിംഗ് പൊസിഷനാണ് കിട്ടുന്നുണ്ടല്ലോ. ഇച്ചിരി കൺജസ്റ്റഡ് ഫീൽ എന്തായാലും വരും. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് ഇരിക്കാം. ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇത്രയും സീറ്റ് ബാക്കോട്ട് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഡ്രൈവർക്ക് അങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സീറ്റ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിലത്തെ സീറ്റ് ഒരു ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് ഇട്ടുക. അതായത് നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ളൊരു പൊസിഷൻ ആണ് ഈ ഒരു ഇവിടെ കിട്ടുന്നത്. അതുപോലെ തൈ സപ്പോർട്ട് നല്ല രസമുണ്ട്. നേരത്തെ പഞ്ചിൽ തൈ സപ്പോർട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ EV ആയതുകൊണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പ്ലാറ്റ്ഫോം വലിയ കുഴപ്പമില്ല, അധികം പൊക്കം വന്നിട്ടില്ല. നമുക്ക് അത്യാവശ്യം തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് പൊക്കം ഉണ്ടെങ്കിലും ആ തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ പ്രശ്നമില്ല. പിന്നെ സീറ്റ് ബെൽറ്റിനകത്തെല്ലാം സേഫ്റ്റി ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ കാര്യം ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അലാറം അടിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സീറ്റ് ബെൽറ്റും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെയുള്ള അഡീഷണൽ കാര്യങ്ങളെല്ലാം സെൻസേഴ്സ് എല്ലാം വെയിറ്റ് ഇരുന്നാൽ മാത്രമേ, നോർമലി അടിക്കില്ല, വെയിറ്റ് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ അലാറം കാര്യങ്ങളൊക്കെ അടിക്കുള്ളൂ. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് നല്ല രസമുണ്ട്, ഒരു പ്രീമിയം ഫീൽ ഈ ഒരു സീറ്റെല്ലാം തരുന്നുണ്ട്. കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, ഇതിൻ്റെ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് മിസ്സായിപ്പോയി. അപ്പോൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത് 12,14,000 രൂപയിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ്. ഇൻട്രൊഡക്ടറി ഓഫറാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രൈസ് മാറും. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് 12,68,000 രൂപ. ഞാൻ എടുക്കുന്നത് വളരെ താല്പര്യപ്പെടുന്ന ഒരു വേരിയൻ്റാണ്, അതുകൊണ്ടാണ് പ്രൈസ് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നത്. ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 17 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രൈസിങ്. നല്ലൊരു പ്രൈസിങ് തന്നെയാണ് ഇപ്പം ഈ ഒരു പഞ്ച് EVക്ക് വന്നേക്കുന്നത് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് വണ്ടി റിവ്യൂവിനും കാര്യങ്ങളൊക്കെ തന്നിരുന്നത് നമ്മുടെ ലെക്സോൺ ടാറ്റയാണ്. നമ്മുടെ കൊല്ലത്തെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. കൊല്ലത്ത് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ കൊല്ലത്തെ ഷോറൂമല്ല, നിലവിലിപ്പോൾ എടുത്തേക്കുന്നത് പരവൂർ ഷോറൂമിൽ നിന്നാണ്.
അപ്പോൾ കൊല്ലത്തെ വലിയൊരു ഫെസിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകാൻ ആ ഒരു സമയത്ത് അവിടെ പോകാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് പഞ്ച് ജീവിയുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.